നബിയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തെയും സ്നേഹിക്കും. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റു ഏതൊരു മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മറ്റാരേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും മണ്ണിൽ വാഹനപ്പുറത്ത് കയറില്ലായിരുന്നു. മാത്രമല്ല ആ മരുഭൂമിയിൽ ചെരുപ്പ് പോലും ധരിക്കില്ലായിരുന്നു. റസൂലിന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ ബോധരഹിതരായ മഹാന്മാർ, റസൂലിനെ പറയുമ്പോൾ കണ്ണീരൊഴുക്കിയ മുൻഗാമികൾ, റസൂലിനെ കേൾക്കുമ്പോൾ തലകുനിച്ച് എഴുന്നേറ്റ് നിന്ന മുഹിബുകൾ, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്നേഹം. അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ഹലാലായ ഏത് കർമ്മവും നമുക്ക് ചെയ്യാവുന്നതാണ്.